ഓ മൈ ഗോഡ്, എന്താണ് മനുഷ്യ ജീവിതവും മനുഷ്യ ശരീരവും ഒക്കെ മനസ്സുമായിട്ടൊക്കെയുള്ള ബന്ധങ്ങളെക്കുറിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമെന്നാൽ ദ്യോതിപ്പിക്കുന്നത്, ദ്യോതനം നടത്തുന്നത്, ജ്വലിപ്പിക്കുന്നത്, നമ്മളിലെ ഉള്ളിലുള്ളതിനെ ജ്വലിപ്പിക്കുന്നത് എന്ന അർത്ഥമാണ്. യേശുവിൻ്റെ വിചാരണ നടക്കുമ്പോൾ പിലാത്തോസ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ആരാണ്, നിൻ്റെ ദൗത്യം എന്താണ്? അപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ദൗത്യം സത്യത്തെ സാക്ഷ്യപ്പെടുത്തലും സത്യം ലോകത്തോട് പറയലുമാണ്. ടെൽ ദ ട്രൂത്ത്, സത്യം പറയലാണ് എൻ്റെ ദൗത്യം. അപ്പോൾ ആരാണ് സത്യം എന്നുള്ളത് അടുത്ത ചോദ്യം. എന്താണ് ഈ സത്യം എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. ആ സമയത്ത് യേശു ഒന്നും പറയുന്നില്ല. പക്ഷെ പിന്നെ പല ഘട്ടങ്ങളിലും യേശു പറയുന്നുണ്ട്, സത്യവും ജീവനും പ്രകൃതിയും എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു സങ്കല്പത്തിൽ പറയുന്നുണ്ട്. എന്താണ് സത്യം എന്നുള്ള അന്വേഷണമാണ് ദൈവം. അപ്പോൾ ദൈവം എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് ഡെസ്റ്റിനി അല്ല. ഗോഡ് ഈസ് നോട്ട് എ ലാസ്റ്റ് ഡെസ്റ്റിനി. ദൈവം ഒരു പാതയാണ്, ഒരു വഴികാട്ടിയാണ്. ഇതാണ് ഇതിൻ്റെ ചിന്ത. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ ടോർച്ചാണ് ദൈവം. നമ്മളെ മനസ്സിനെ ജ്യോതിപ്പിക്കുന്നതാണ്, ജ്വലിപ്പിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ആ മനസ്സിന് എത്ര ഭാഗമുണ്ട്, ആ ശരീരത്തിന്, നമ്മുടെ ശരീരത്തിന് എത്ര ഭാഗമുണ്ട് എന്നുള്ള ഒരു ചിന്തയും നമുക്കുണ്ട്. അതിൻ്റെ ചില സൂചനകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തെ വിവിധ കോശങ്ങളായി തിരിച്ചുകൊണ്ട് 5 ഭാഗങ്ങളായി തിരിച്ചിട്ടാണ് പറയുന്നത്. അതൊരുപക്ഷെ നമുക്ക് ആധുനിക ശാസ്ത്രവുമായി ചേർന്ന് വായിക്കുമ്പോഴും കുറേ അധികം ശരിയാണെന്ന് നമുക്ക് തോന്നും. വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സാണ് മനുഷ്യനുള്ളത്. ബേസിക് നീഡ്സ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ആവശ്യങ്ങൾ. ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, സന്താനോൽപാദനം, ഇങ്ങനെ കുറച്ച് ബേസിക് ആവശ്യങ്ങളാണ്. ബാക്കിയെല്ലാം അതിൻ്റെ പെരിഫറൽ ആവശ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്നമയ കോശം. അന്നമയം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, പ്രാണനും ജീവനും ഒക്കെ നിലനിർത്താൻ ആവശ്യമായ ആഹാരവും അതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങളും ഒക്കെയാണ് അന്നമയ കോശത്തിൽ ചർച്ച ചെയ്യുന്നത്. അത് ശരീരമാണ് അവിടെ പ്രധാന ചർച്ചാ വിഷയം. അടുത്ത ചർച്ചാ വിഷയം അന്നമയ കോശം പോലെ തന്നെ, ഞാൻ 5 പറഞ്ഞിട്ട് ഓരോന്നിലേക്ക് വരാം. അടുത്ത കോശമാണ് മനോമയ കോശം. മനോമയം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ചിന്തകളും മനസ്സിൻ്റെ വ്യാകുലതകളും മനസ്സിനെ സ്വതന്ത്രമാക്കുന്നതും ചില കാര്യങ്ങളിൽ പറയുന്നതനുസരിച്ച് മനസ്സിനെ നിയന്ത്രിക്കുന്നതും, ഇങ്ങനെ മനസ്സെന്ന് പറയുന്ന ഒരു സപര്യ അല്ലെങ്കിൽ ഒരു മനസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പിന്നെ അടുത്ത മനോമയ കോശത്തിൽ പറയുന്നത്, അതുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നത്. അത് കഴിഞ്ഞാണ് പ്രാണമയ കോശം. പ്രാണമയം എന്ന് പറയുമ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് തന്നെ വിവിധ ഘടകങ്ങൾ ആവശ്യമുണ്ട്. മനുഷ്യൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ കാര്യങ്ങൾ, ദഹനത്തിൻ്റെ കാര്യങ്ങൾ, മലമൂത്ര വിസർജനമായി ബോഡിയിലെ അവശിഷ്ട വസ്തുക്കളെ പുറത്തു കളയുന്നതിനുള്ള ഊർജം, ഇങ്ങനെ ഒരുപാട് ഊർജ സ്രോതസ്സുകളായി, പലതരത്തിലുള്ള ഊർജ സ്രോതസ്സുകളായി നിൽക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ പ്രാണമയ കോശം എന്ന് പറയുന്നത്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ജ്ഞാനമയ കോശം. അപ്പോൾ അതും വളരെ ജ്ഞാനത്തെ സംബന്ധിക്കുന്ന, മനുഷ്യൻ്റെ അറിവിനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ അവൻ്റെ ബൗദ്ധിക തലത്തെ സംബന്ധിക്കുന്ന ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ജ്ഞാനമയ കോശമുണ്ട്. അവസാനത്തതെന്ന് പറയാം, ഏറ്റവും ആത്യന്തികമെന്ന് പറയാം, എന്നാൽ ഏറ്റവും ആദ്യത്തതെന്നും പറയാം. കാരണം ആദ്യത്തെന്ന് പറയുന്നത് അടിസ്ഥാന ലക്ഷ്യം എന്താണ്, ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ആനന്ദം നേടലാണ്. മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആനന്ദത്തിലേക്കുള്ള യാത്രയാണ് ജീവിതം. അപ്പോൾ അതിനെ ആനന്ദമയ കോശം എന്ന് പറയാം. ഇപ്പോൾ ഇങ്ങനെ 5 തരത്തിലാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 തരത്തിൽ വിഭാവനം ചെയ്തിരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകണം. നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്, പല രൂപത്തിൽ കേട്ടതാണ്. കാണുവാൻ കണ്ണും, കേൾക്കുവാൻ ചെവികളും, അതുപോലെ തന്നെ മണക്കുവാൻ, മണമറിയാൻ മൂക്കും, പിന്നെ അതുപോലെ തന്നെ നാക്കും, രുചി അറിയാൻ നാക്കും, സ്പർശനമറിയാനുള്ള ത്വക്കും, ഇങ്ങനെയെല്ലാം നമുക്കുണ്ട്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. അതുപോലെ തന്നെ പഞ്ചകർമ്മങ്ങളുമുണ്ട്. പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഈ പഞ്ചകർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ വാക്കല്ലെങ്കിൽ നമ്മുടെ അതൊരു കർമ്മം ചെയ്യുന്ന പരിപാടി. കൈയും കാലും ഒക്കെ കർമ്മം ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ബോഡിക്കകത്തുള്ള ഭാഗങ്ങൾ, ഇതെല്ലാം വിവിധ ശ്വാസമെടുക്കുന്ന കാര്യങ്ങൾ, പുറത്തേക്ക് വസ്തുക്കൾ കളയുന്ന കാര്യങ്ങൾ, ഇതെല്ലാം
പിന്നെ സന്താനോൽപാദനം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4-5 കാര്യങ്ങൾ കർമ്മേന്ദ്രിയങ്ങളായിട്ട് വരും. അതിനകത്ത് പ്രധാനമായി വരുന്നത് ഒന്ന് കൈ, പിന്നെ കാല്, അതുപോലെ തന്നെ നമ്മുടെ പറയുന്ന വാക്കുകൾ എന്ന് പറയുമ്പോൾ അത് പഠനം, സാഹിത്യം, ജ്ഞാനം എല്ലാം ചേർന്ന് വരും. അതുപോലെ തന്നെയാണ് ജനനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മം, ഈ പുറത്ത് പോകുന്ന മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആക്ഷൻ. അപ്പോൾ ഇങ്ങനെ പല ആക്ഷനുകളിലൂടെയാണ് മനുഷ്യൻ്റെ ശരീരം മുമ്പോട്ട് പോകുന്നത്. ഇതിനെയും അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ പറയുന്നു, പഞ്ചഭൂതങ്ങൾ. നല്ല രസമാണ് ഇത് പഠിച്ചാൽ, മനസ്സിലാക്കിയ വളരെ മനോഹരമാണ്. പഞ്ചഭൂതങ്ങളുടെ കഥ അപ്പുറത്ത് പറയുന്നു, ഇപ്പുറത്ത് പഞ്ചേന്ദ്രിയങ്ങളുടെ കഥ പറയുന്നു, പഞ്ചകർമ്മങ്ങളുടെ കഥ പറയുന്നു. എല്ലാം 5ൻ്റെ കളിയാണ്. ഇതിൻ്റെ അകത്ത് മനുഷ്യജന്മം എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രവും ആയി തന്നെ കൂട്ടി ചിന്തിക്കണം. ഇവിടെ ഒന്നും ഉണ്ടാകുന്നില്ല, ഒന്നും നിലനിൽക്കുന്നില്ല, ഒന്നും നശിക്കുന്നില്ല എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ അതിനെ വേറൊരു തരത്തിൽ മനസ്സിലാക്കിയാൽ വളരെ രസകരമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞല്ലോ, ജ്വലിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്താണ് ഗോഡ്? ഇപ്പം ഇംഗ്ലീഷിൽ എടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ രൂപപ്പെടൽ, അതാണ് പിന്നെ ബ്രഹ്മാവുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി നമ്മൾ അതിൻ്റെ ഭാവം പറയുന്നത്. അത് കഴിഞ്ഞാൽ നിലനിൽക്കലുണ്ട് ഇവിടെ കുറച്ചു കാലം. ഭൗതികമായ ഏതൊരു വസ്തുവും എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതുകൊണ്ട് മനുഷ്യർക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. ഭൗതികമായ ഒരു വസ്തുവിനും എക്സ്പയറി ഡേറ്റ് ഇല്ലാത്തതില്ല, എക്സ്പയറി ഡേറ്റ് ഉള്ളവരേ ഉള്ളൂ. ആ എക്സ്പയറി ഡേറ്റ് തീരുമാനിക്കുന്നത് എന്ത് ഘടകങ്ങളെന്നുള്ളത് വേറെയാണ്, അടുത്ത ചോദ്യമാണ്. അപ്പോൾ മനുഷ്യന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ, ഒരു വസ്തുവിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഉപഭോഗകാലം കഴിഞ്ഞാൽ അതിനെന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ട സ്പിരിച്വാലിറ്റി. അത് സയൻസും അങ്ങനെ തന്നെയാണ് പറയുന്നത്. നമ്മൾ മരിച്ചു എന്ന് വിചാരിക്കുക, ഒരാൾ മരിച്ചുപോയി, അദ്ദേഹത്തെ അടക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ജലാംശമാണ് ആദ്യമായി ആവിയായും കത്തിയും കരിഞ്ഞുമൊക്കെ പോകുമ്പോൾ, അത് ഇലക്ട്രിക്കൽ ഓവനിലായാലും ഇലക്ട്രിക്കൽ ക്രിമേഷനായാലും അല്ലാതെ അടക്കുന്ന മണ്ണിൽ കുഴിച്ചിടുന്നതായാലും പിന്നെ വിറക് കൊണ്ട് സംസ്കരിക്കുന്നതായാലും എന്ത് ചെയ്താലും ആ ബോഡിയിലെ ജലാംശമാണ് ആദ്യം ആവിയായി പോകുന്നത് പുറത്ത്, പിന്നെയാണ് ഈ കട്ടിയുള്ള ഭാഗം കത്തുന്നത്. അപ്പോൾ ആ കട്ടിയുള്ള ഭാഗം കത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തു പോകുന്ന കാർബൺ, നമ്മൾ എന്തെല്ലാം വസ്തുക്കൾ കഴിച്ചിട്ടുണ്ടോ, നമ്മളെ ബോഡിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അതിൻ്റെ എല്ലാം വിവിധ രൂപത്തിലുള്ള വാതകങ്ങൾ പുറത്തു പോകും. പിന്നെ പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇങ്ങനെ എന്തെല്ലാം കാർബൺ, ഇതെന്തെല്ലാം നമ്മൾ കഴിച്ചിട്ടുണ്ടോ അത് പോകും. അതിവിടുത്തെ വായുവിൽ കലരും. നമ്മൾ ഈ പറഞ്ഞ വെള്ളത്തിൻ്റെ ആവിയായി പോയി അത് അന്തരീക്ഷത്തിൽ കലരും. അന്തരീക്ഷത്തിൽ കലരുന്ന ആവിയും വെള്ളത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളിനി അതിൻ്റെ ബാഷ്പമായി വരുന്ന എന്താണ് കുറച്ച് ഭസ്മമോ ചാരമോ ഒക്കെ നമ്മൾ ഭൂമി കുഴിച്ചിടുകയാണെങ്കിൽ അതും വെള്ളത്തിൽ കൊണ്ട് കലക്കണമെങ്കിൽ അങ്ങനെ. അപ്പം വായുവിലൂടെ, അന്തരീക്ഷത്തിലൂടെ, മണ്ണിലൂടെ, വെള്ളത്തിലൂടെ നമ്മൾ ഏത് അവശിഷ്ടം കടത്തിവിട്ടാലും അത് കോടാനുകോടി ഫംഗസുകളുടെയും ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ആഹാരമായി വരും. അങ്ങനെ ആഹാരമായി വരുന്നത് അടുത്ത ചെടികളുടെ ആഹാരമാകും, പുഴുക്കളുടെയും. അങ്ങനെയാണ് പറയുന്നത്, പുല്ല് മുതൽ പൂനാര വരെ പുഴുവായും പുല്ലായും പുഴുവായിട്ടുമൊക്കെ ജനിക്കുന്ന ജന്മങ്ങളിൽ നിന്റെ അംശം ഉണ്ടായിരിക്കുമെന്ന് പറയുന്ന. അല്ലാതെ ഗോപാലൻ മരിച്ചാൽ അടുത്ത ജന്മം ഗോപാലനായി ഗോമതിയായി ജനിക്കും എന്നല്ല പറയുന്നത്. ഈ പുനർജന്മ സിദ്ധാന്തം പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ ആധുനിക ശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ച് നോക്കുക. ഈ ഉണ്ടാകുന്ന വസ്തുക്കൾ ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ രൂപം മാറി, ഭാവം മാറി, ഘടന മാറി, സ്വഭാവം മാറി മറ്റൊരു വസ്തുവിൻ്റെ റാ മെറ്റീരിയലായിട്ട് മാറും. അങ്ങനെ ഈ റാ മെറ്റീരിയലായിട്ട് മാറി അതിന് എക്സ്പയറി ഡേറ്റ് വരുമ്പോൾ അത് അങ്ങനെ ഒന്നൊന്നിൻ്റെ റാ മെറ്റീരിയലായി, ഒന്ന് മറ്റൊന്നിൻ്റെ റാ മെറ്റീരിയലായി, ഇങ്ങനെയുള്ളൊരു ചാക്രിക വ്യവസ്ഥയല്ലേ ഭൂമിയിലുള്ളൂ. കടലിലെ വെള്ളം നീരാവിയായി മേൽപോട്ട് പോയി മേഘങ്ങളാൽ തടഞ്ഞ് വർഷമേഘങ്ങൾ തന്നെ ഉടലുടഞ്ഞ് ഭൂമിതൻ ദാഹമകറ്റാൻ പുണ്യമായി എത്തുന്ന പ്രകൃതിയുടെ സുഹൃതമായ മഴ മഞ്ഞിൻ്റെ രൂപത്തിൽ, മഴയുടെ രൂപത്തിൽ ഭൂമിയിലെത്തിയാൽ അതിൽ കുറേ ഭാഗം വീണ്ടും കടലിലേക്ക് പോയി അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന സഞ്ചാരമാവുന്ന സൈക്കിളാണ് ഏറ്റവും പ്രധാനം, വാട്ടർ സൈക്കിൾ. അതുപോലെ തന്നെ നൈട്രജൻ, ഭൂമിയിൽ വരുന്ന നൈട്രജൻ ഈ സസ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്നത് മണ്ണിലൂടെയും മറ്റു രൂപത്തിൽ വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോയി അതിങ്ങനെ നൈട്രജൻ സൈക്കിളുണ്ട്, നൈട്രജൻ ചക്രമുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, നമ്മൾ പുറത്ത് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന മരങ്ങൾ എടുക്കുന്നത് കുറേ മണ്ണിൽ കൊണ്ടുവയ്ക്കുന്നതും വീണ്ടും അതിങ്ങനെ ഈ ഭൂമിയിൽ തന്നെ അന്തരീക്ഷത്തിൽ തന്നെ ചംക്രമണം ചെയ്യും. അതും ഒരു സൈക്കിൾ. അപ്പോൾ കാർബൺ സൈക്കിളും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈഫ് സൈക്കിളുണ്ട് നമുക്ക്. അത് ചെറിയ ജീവി മുതൽ ജീവശാസ്ത്രത്തിൽ പറയുന്ന ഒരു ജീവചക്രമുണ്ട്. പക്ഷേ സൈക്കിൾ ഓഫ് ലൈഫ് ഉണ്ട്.
ലൈഫ് സൈക്കിളും സൈക്കിൾ ഓഫ് ലൈഫും രണ്ടാണ്. ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ജീവചക്രം തന്നെയാണ്, ഞാൻ ഈ പറഞ്ഞ ജീവ സർക്കിൾ തന്നെയാണ്. നമ്മൾ ചെറിയ ജീവി, വലിയ ജീവി, അതിനെ കഴിഞ്ഞ് വലിയ വലിയ ജീവി തുടങ്ങി പോകുന്ന ജീവ സർക്കിളുണ്ട്, ഒരു ജീവികളുടെ ഒരു സർക്കിളുണ്ട്. പക്ഷേ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നില്ല, സൈക്കിൾ ഓഫ് ലൈഫ് എന്ന് പറയുന്ന മറ്റൊരു കൺസെപ്റ്റ് കൂടി നമ്മൾ ആലോചിക്കണം. അതായത് ജീവിതത്തിൻ്റെ ഒരു ചാക്രിക വ്യവസ്ഥ, ജീവജാലങ്ങളുടെ ചാക്രിക വ്യവസ്ഥയുണ്ട് ഇവിടെ, ജീവിതത്തിൻ്റെ ഒരു ചാക്രിക വ്യവസ്ഥയുണ്ട്. അതാണ് ഞാൻ ഈ പറഞ്ഞ ഈ മനുഷ്യനടക്കമുള്ള ഏതൊരു വസ്തുവും ഭൂമിയിൽ വന്നാൽ അത് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചു കാലം ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് നിൽക്കും, കുറച്ചു കാലം ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന അടുത്തതിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സത്വമാണ്, അല്ലെങ്കിൽ അങ്ങനെ ജ്വലിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അതാണ് നമ്മൾ ദൈവം എന്നുള്ള സങ്കല്പത്തിലൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ദൈവം? വീണ്ടും യേശുവിൻ്റെ ചോദ്യത്തിൽ തന്നെ നമുക്ക് വരേണ്ടി വരും. പിലാത്തോസ് യേശുവിനോട് ചോദിച്ചപ്പോൾ സത്യമാണെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സത്യം? അടുത്ത ചോദ്യം വരുന്നു, ഉള്ളത് എന്താണുള്ളത്? അത് ഉള്ളത് എന്താണോ അത് തന്നെയാണ്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്താണ് അറിയില്ല, അതിൻ്റെ ക്വാളിറ്റി എന്താണ് അറിയില്ല, അതിൻ്റെ ഗുണം എന്താണ്, അതിൻ്റെ രുചി എന്താണ്, അതിൻ്റെ മണം എന്താണ്, ഇതൊന്നും അറിയില്ല. ഉള്ളത് എന്നാണത്, അതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ സത്ത് എന്ന് പറയുന്നത് ആ ഉള്ളതാണ്. ആ ഉള്ളതിനെ അന്വേഷിക്കലാണ്, ആ ഉള്ളതിനെ മനസ്സിലാക്കലാണ് ഈ പറയുന്ന കഥകളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളായാലും പഞ്ചഭൂതങ്ങളായാലും പഞ്ചകർമ്മങ്ങളായാലും അതുപോലെ തന്നെ പഞ്ചകോശങ്ങളായാലും അന്നമയം മുതൽ ആനന്ദമയം വരെയുള്ള മനസ്സിൻ്റെ വിവിധ ചിന്തകളായാലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളായാലും ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സ്വത്വത്തെ, നമ്മുടെ ഉള്ളിലെ ടോർച്ചിനെ മനസ്സിലാക്കുക. അപ്പം ദൈവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെസ്റ്റിനി അല്ല, ലാസ്റ്റ് ഡെസ്റ്റിനി അല്ല. ദൈവം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശത്തെ ജ്വലിപ്പിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് തൂണിലും തുരുമ്പിലും സകല ചരാചരങ്ങളിലും ദൈവമുണ്ടെന്ന് പറയുന്നതിൻ്റെ തിയറി അതാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്ന ആ ടോർച്ചിനെ പ്രകാശിപ്പിക്കാൻ, അതിനെ ഉണർത്തിയിരിക്കാൻ ഉള്ള ഒരു ജ്വലന, ഒരു തീയാണ്, ഒരു അഗ്നിയാണ് ഈ പറയുന്ന സത്യം. ആ സത്യം എന്ന് പറയുന്ന സത്ത മനുഷ്യൻ്റെ മനസ്സിലിരിക്കുമ്പോഴാണ് അവൻ്റെ ചോദ്യം ഉണർന്നു വരുന്നത്, ഞാൻ ആരാണ്, എൻ്റെ സത്വം എന്താണ്, എൻ്റെ തത്വം എന്താണ്, ഈ പ്രപഞ്ച തത്വവുമായുള്ള എൻ്റെ ബന്ധം എന്താണ്, എൻ്റെ മനസ്സെന്താണ്, പ്രപഞ്ചത്തിൻ്റെ മനസ്സെന്താണ്. വളരെ കൃത്യമാണ്. നമ്മളുടെ മനസ്സ് പോലെ പ്രപഞ്ച മനസ്സുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന പോലെ പ്രപഞ്ചത്തിനും മനസ്സുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴാണോ പ്രപഞ്ച മനസ്സുമായി താതാത്മ്യം പ്രാപിക്കുന്നത് അപ്പോഴാണ് കൂടുതൽ നമുക്ക് നന്മയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിച്ചു. അതുപോലെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കരുതെന്ന് പറഞ്ഞു. പലപ്പോഴും മനസ്സിനെ നിയന്ത്രിക്കണമെന്നാണ് നമ്മൾ പഠിപ്പിച്ചു വയ്ക്കുന്നത്. അല്ല, മനസ്സിനെ എല്ലാത്തിൽ നിന്നും സ്വതന്ത്രമാക്കുകയാണ് വേണ്ടത്. അങ്ങനെ സ്വതന്ത്രമായി നിൽക്കുന്ന വേക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞു നിൽക്കുന്ന മനസ്സിൽ പല നന്മകളുടെ പുതിയ ആനന്ദം കടന്നു വരുമെന്നാണ്. അപ്പോൾ ഇതൊരു വളരെ കൃത്യമായ ഒരു സ്പിരിച്വൽ ലൈനിലുള്ളൊരു ചിന്തയാണ്. ഇതാണ് ഭാരതമൊക്കെ ലോകത്തിനോട് പറയുന്നത്. അപ്പോൾ ആ സത്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഗാന്ധിജി പറഞ്ഞതും ഞാൻ സത്യമാണ് അന്വേഷിക്കുന്നത്, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. സത്യത്തെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ എന്താണ് സത്യം? ഉള്ളതിനെ അന്വേഷിക്കലാണ്. എന്താണുള്ളത്? അതാണ് ഞാൻ ഈ പറഞ്ഞ നമ്മളെ ധോതിപ്പിക്കുന്നതിന് വേണ്ടി, മനുഷ്യരെ ധോതനം ചെയ്യുന്നതിന് വേണ്ടി, ധോതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത് വസ്തുവാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഒരു ഘടകമാണെന്ന് പറയാൻ കഴിയില്ല. ആ ഉള്ള ഉന്മയെ അല്ലെങ്കിൽ ആ ഉള്ള സ്വത്വത്തെ നമ്മൾ എന്ത് വിചാരിക്കുന്നു, നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കിയാൽ അത് നമുക്ക് ഗുരു എന്ന് പറയുന്നത്, നമുക്ക് വേറൊരു വീഡിയോ കൂടി ചെയ്യാറുണ്ട്. ഗുരു എന്ന് പറയുന്നതൊരു സാധ്യതയാണ്, നമുക്ക് അതേസമയം ഒരു പരിമിതിയുമാണ്. കാരണം ഇപ്പം നമ്മൾക്കൊരു ഗുരുവിനെ കിട്ടി, ആളുകൾക്കൊരു ഗുരുവിനെ കിട്ടി, ശരി, ഗുരുവിനെ കണ്ടു, ഗുരു കാര്യങ്ങൾ പറഞ്ഞു തന്നു, മനസ്സിലാക്കിയാൽ പിന്നെ ഗുരു ചിന്തിച്ചോളും. നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഭക്ഷണവും കഴിച്ച് ഗുരുവിൻ്റെ അവദാനങ്ങളും പാടി ആ ഗുരു സമാധിയായാൽ അല്ലെങ്കിൽ ഗുരു ഭൗതിക ശരീരം വിട്ടുപോയാൽ പിന്നെ അതിൻ്റെ ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ ഗുരുവിൻ്റെ എന്തെങ്കിലും ഒരു ഇത് വച്ചിട്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, ആ ഗുരു എല്ലാം ചെയ്തു തരും എന്ന് വിചാരിക്കുന്നിടത്തല്ല ദൈവം നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിൽക്കുന്നത്. അപ്പോൾ ഗുരു ഒരു സമയത്ത് സാധ്യതയാണ്. സാധ്യത എന്ന് പറയുന്നത് മനുഷ്യർക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ പറഞ്ഞു തരാൻ ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ ഡോക്ടർ മെഡിക്കൽ സയൻസ് പറഞ്ഞു തരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കൃഷി ഓഫീസർ കൃഷി പറഞ്ഞു തരുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു
ഒരു പിന്നെ ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആളൊരു ഡ്രൈവിംഗ് പറഞ്ഞു തരുന്ന പോലെ ഗുരു നമുക്ക് ഇതിൻ്റെ വഴി കാണിച്ചു തരാം. തീർച്ചയായിട്ടും വഴികാട്ടിയാകാൻ, ഇപ്പോൾ യോഗ പഠിക്കാൻ ഒരു ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ആത്മീയമായ വെളിച്ചം തരാൻ, നമ്മുടെ ഉള്ളിലേക്കൊരു ടോർച്ച് അടിച്ച് തരാൻ ചിലപ്പോൾ സ്വയം എല്ലാവർക്കും അത് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ടോർച്ചിൻ്റെ ശരീരത്തിൽ പ്രതിഷ്ഠിക്കാൻ കഴിയത്തില്ല മനസ്സിൽ. അങ്ങനെ പ്രതിഷ്ഠിച്ച് തരാൻ ഒരു ഗുരു തീർച്ചയായിട്ടും സാധ്യതയാണ്, വലിയ സാധ്യതയാണ്. പക്ഷേ പരിമിതി എന്ന് പറഞ്ഞാൽ ആ ഗുരു ഇപ്പോൾ ടോർച്ച് വെച്ച് തന്നിട്ടുണ്ട്, ആ ടോർച്ച് അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഗുരുവിൻ്റെ അവദാനങ്ങളും പാടി, ഗുരുവിൻ്റെ സങ്കീർത്തനങ്ങളും പാടി നമ്മളിങ്ങനെ വീണ്ടും നടന്നാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിമിതിയാവും ഗുരു. അവിടെ നിങ്ങൾക്ക് സ്വതന്ത്ര ചിന്തയില്ല, സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള മുന്നോട്ടുള്ള യാത്രയുമില്ല. അപ്പോൾ യഥാർത്ഥ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ, വെളിച്ചം തരുന്ന ആളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇനി വെളിച്ചം തേടണ്ട എന്നുള്ള വെളിച്ചം തരുന്ന ആളല്ല. നിങ്ങൾ ജോലി നേടാനായി വിദ്യാഭ്യാസം നേടുന്നത് പോലെ, അറിവ് നേടാനായി വിദ്യാഭ്യാസം നേടുന്നത് പോലെ, ഈ സത്യത്തെ അറിയാനുള്ള, ഈ ധാർമ്മികതയെ അറിയാനുള്ള, ഈ നന്മയെ അറിയാനുള്ള വഴിയാത്രയിലെ വഴികാട്ടിയാണ് ഗുരു. അപ്പോൾ തീർച്ചയായിട്ടും ഗുരുവിൻ്റെ അടുത്ത് പോയാൽ നിങ്ങൾ അവിടെ സ്റ്റക്കായി പോകരുത്, നിങ്ങൾ അവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഗുരുവിനെ കാണാൻ പോകരുതെന്നോ, ആശ്രമമാണെങ്കിൽ ആശ്രമത്തിൽ പോകരുതെന്നോ അല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ഗുരുവിൽ കെട്ടരുത്. നിങ്ങൾ ഗുരുവിൽ കെട്ടിയാൽ തീർച്ചയായിട്ടും പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മൾ അവിടെ സ്റ്റക്കാവും. പിന്നെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങളുമായി ഭക്ഷണമെല്ലാം കഴിച്ച് നമ്മൾ അങ്ങനെ നല്ല സുഖലോലുപരായിട്ട് അവിടെ കഴിയും. അതല്ല വേണ്ടത്, ഈ ഒരു അന്വേഷണമാണ്. അപ്പോൾ ഈ അന്വേഷണത്തിന് ഈ പ്രകാശം നമുക്ക് തരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ പ്രകാശം നമുക്ക് കാട്ടിത്തരുന്ന ആളെന്നുള്ള നിലയിൽ നമ്മുടെ ടോർച്ച് നയിക്കുന്നു. പിന്നെ ടോർച്ച് തന്നെ രണ്ട് തരത്തിലുണ്ടല്ലോ. നമ്മുടെ കയ്യിൽ രണ്ട് രീതിയിൽ നമുക്ക് പ്രകാശിപ്പിക്കാം. സ്വയം ടോർച്ച് കിട്ടിയാൽ നമുക്ക് സ്വയം പ്രകാശിപ്പിക്കാം. വേണമെങ്കിൽ കുറച്ച് നേരം മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രകാശിപ്പിച്ച് തരട്ടെ, അങ്ങനെ ആലോചിക്കാം. അങ്ങനെ ഗുരു നമുക്ക് കുറച്ച് സമയം പ്രകാശിപ്പിച്ച് തരട്ടെ, നമുക്ക് മുമ്പോട്ട് പോകാം. പക്ഷേ മരണം വരെ, അല്ലെങ്കിൽ ഈ ജന്മം തീരുന്നത് വരെ ഗുരു ടോർച്ച് അടിച്ചോളൂ, ഞങ്ങൾ ഇതാ കൂടെ ഉണ്ട് എന്ന് പറയുന്നിടത്ത് അതൊരു സുഖമായ ഒരു യാത്രയല്ല, തിരിച്ചാണ് അന്വേഷണം. അപ്പോൾ അമ്പലമായാലും വിശേഷാൽ ഗ്രഹിക്കുന്ന വിഗ്രഹത്തെ കാണാൻ പോയാലും, ഈ ഒരിക്കലും നശിക്കാത്ത ഈശ്വര ചൈതന്യം തേടിപ്പോയാലും, അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ദ്യോതിപ്പിക്കുന്ന ദൈവത്തെ തേടിപ്പോയാലും എല്ലാം വളരെ കൃത്യമായി പറയുന്നു. ഉള്ളിലെ പ്രകാശത്തെ വളർത്തിയെടുക്കാൻ, ഉള്ളിലെ സ്വാതന്ത്ര്യത്തെ വളർത്തിയെടുക്കാൻ, ഉള്ളിലെ ജനാധിപത്യത്തെ വളർത്തിയെടുക്കാൻ വലിയ സാധ്യതയാണ് തരുന്നത്. ആ സാധ്യത ഓരോരുത്തരും മനസ്സിലാക്കുന്നത് എങ്ങനെ? അതിനുവേണ്ടി മഹാഭാരതം വായിക്കാം, രാമായണം വായിക്കാം, നാരായണീയം വായിക്കാം, ലളിതാ സഹസ്രനാമം വായിക്കാം, സൗന്ദര്യലഹരി വായിക്കാം, എല്ലാം വായിക്കാം. എന്തിനു വേണ്ടി? അതും വായിച്ച്, അതും ജീവിതമാർഗമായി ചാപ്പാട് പഠിച്ച് അമ്പലത്തിൽ പോയി നാരായണീയം വായിച്ച് എന്നും ചാപ്പാട് പഠിച്ച് ഞാൻ നാരായണീയത്തിൻ്റെ ആളെന്ന് പറഞ്ഞ് നടക്കാനല്ല, ഉള്ളിലെ പ്രകാശത്തെ പ്രകാശിപ്പിക്കാൻ. അപ്പോൾ അൾട്ടിമേറ്റ് ജോലി എന്തെന്ന് വെച്ചാൽ, ഉള്ളിലെ മനുഷ്യൻ്റെ മനസ്സിലിരിക്കുന്ന പ്രാണമയം, അന്നമയം മുതൽ ജ്ഞാനമയം വരെയുള്ളതിനെ ഉണർത്തി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അന്നമയത്തെയും മനോമയത്തെയും പ്രാണമയത്തിനെയൊക്കെ ഉയർത്തി ജ്ഞാനമയത്തിലേക്ക് ഉയർന്ന് ആനന്ദമയത്തിലേക്ക് പോകാൻ മനുഷ്യന് കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ടാക്കാനാണ് ദൈവത്തിൻ്റെ ചിന്തയും ദൈവത്തിൻ്റെ കാര്യങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവം ഒരു സാധ്യതയല്ല, ദൈവം ഒരു ചിന്തയല്ല, ദൈവം ഒരു അവസാനത്തെ വാക്കല്ല, ഒരു ഡെസ്റ്റിനി അല്ല ദൈവം. അത് മനസ്സിലാക്കിക്കോളൂ. ദൈവം ഇതൊരു സാധ്യത മാത്രമാണ്. അതേസമയം സാധ്യത എന്ന് പറയുമ്പോൾ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കുള്ള സാധ്യത, അല്ലാതെ നമ്മുടെ കാര്യം സാധിച്ചു തരുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ കാര്യം സാധിച്ചു തരാൻ പറ്റുകയുമില്ല. പിന്നെന്തിനും നമ്മളവിടെ പോയി കാര്യങ്ങൾ പറയണം? ആരോടെങ്കിലും പറയണമല്ലോ, മരുന്ന് കഴിക്കണമല്ലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ പണ്ട് പറയാറുണ്ട്, പല ഡോക്ടർമാരും ഒക്കെ പറയാറുണ്ട്, പാരസെറ്റമോൾ പോലുള്ള മരുന്ന് കഴിച്ചാൽ 3 ദിവസം കൊണ്ട് പനി മാറും, അല്ല അത് കഴിച്ചില്ലെങ്കിൽ 72 മണിക്കൂർ കൊണ്ട് പനി മാറും എന്ന് പറയാറുണ്ട്. രണ്ടായാലും 3 ദിവസം എടുത്തേ പനി സമ്പൂർണ്ണമായിട്ട് ബോഡിയിൽ നിന്ന് പോകൂ, കഴിച്ചാലും ഇല്ലെങ്കിൽ എന്ന് പറയുന്നൊരു തിയറിയുണ്ട്. എന്ന് പറയുന്ന പോലെ ക്ഷേത്രത്തിൽ പോയില്ലയോ എന്നുള്ളതിനപ്പുറം ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണമെന്ന് തോന്നിയാൽ ക്ഷേത്രത്തിൽ പോകണം. അവിടെ അത് വേറൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്, വേറൊരു ചൂടുള്ള സ്ഥലമാണ്, വേറൊരു ചൈതന്യമുള്ള സ്ഥലമാണ്. അവിടെ തീർച്ചയായും പോകണം. ആ ചൈതന്യം നമ്മൾക്ക് എടുത്തുകൊണ്ട് വരണം. എന്തിനു വേണ്ടി? ഈ ഉള്ളിലിരിക്കുന്ന എന്നെ ഉണർത്താൻ. ആ ഉള്ളിലിരിക്കുന്ന
ഉറങ്ങുമ്പോഴും ഞാൻ ഉണർന്നിരിക്കുമ്പോഴും എപ്പോഴും ഞാൻ എന്നതൊരു നിമിത്തമെന്ന് പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഉള്ളിൽ ആ ഒരു ലൈറ്റ് പ്രകാശിപ്പിച്ച് വയ്ക്കാൻ തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് ചെയ്യാം. പുസ്തകം വായിക്കാം, സത്സംഗങ്ങളിൽ പോകാം, ആത്മീയ കാര്യങ്ങളിൽ ഇടപെടാം, ആത്മീയമായ ഗാനങ്ങൾ കേൾക്കാം, പിന്നെ ആചാരങ്ങൾ ചെയ്യാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളതിൽ കുടുങ്ങിപ്പോകരുത്. നിങ്ങൾ കൽപ്പാന്തകാലം രാമായണം വായിച്ചിട്ട് ഇന്ന് ജീവിക്കുന്നത് പോലെ തന്നെ ജീവിക്കുന്നതിലല്ല. രാമായണം 4 ദിവസം വായിച്ചാലും കുഴപ്പമില്ല, വായിച്ചില്ലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് രാമനാവാൻ പറ്റുമോ എന്നുള്ള ചിന്തയാണ്. രാമനാവാൻ പറ്റില്ല, അപ്പോൾ പക്ഷേ രാമൻ്റെ തത്വം എടുക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത നമുക്ക് കിട്ടുമോ? ഇതാണ് ചോദ്യം. അപ്പോൾ വളരെ ലളിതമാണ് ഈ ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം ഓരോരുത്തരും കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ മറ്റ് ചാനലുകളിലുമൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, 1 to 1 ആണ് ഈ കമ്മ്യൂണിക്കേഷൻ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരാളിന് മറ്റൊരാളിനെ പഠിപ്പിക്കാൻ കഴിയില്ല, മറ്റൊരാളിന് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, മറ്റൊരാളിന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല. രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, ഘടനയില്ലാത്ത, സ്വഭാവമില്ലാത്ത, രുചിയില്ലാത്ത, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്ത ഒരു വസ്തുവിനെ കാണണമെന്ന് യുക്തിവാദികൾ സാക്ഷ്യം പിടിച്ചാൽ എങ്ങനെയാണ് കാണാൻ കഴിയുക? അത് കേൾക്കണമെന്ന് സാക്ഷ്യം പിടിച്ചാൽ എങ്ങനെയാണ് കേൾക്കാൻ കഴിയുക? അത് തൊട്ടറിയണമെന്ന് സാക്ഷ്യം പിടിച്ചാൽ എങ്ങനെയാണ് തൊട്ടറിയാൻ കഴിയുക? അത് രുചിച്ചറിയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് രുചിച്ചറിയാൻ കഴിയുക? അപ്പോൾ രൂപമില്ലാത്ത, ഭാവമില്ലാത്ത, സ്വഭാവമില്ലാത്ത, ഘടനയില്ലാത്ത, അല്ലെങ്കിൽ പ്രത്യേക ഭാവങ്ങളൊന്നുമില്ലാത്ത ഒരു വസ്തുവിനെ, അല്ലെങ്കിൽ അപ്പോൾ വസ്തു എന്ന് പറയാനും പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് വസ്തു എന്ന് പറയാൻ പറ്റത്തില്ല, കാലം കൊണ്ട് അളക്കാനും കഴിയുന്നില്ല. കാരണം എന്താണ്? കാലമെന്നത് അകത്ത് നിൽക്കുന്ന ചിന്തയാണ്. പ്രപഞ്ചമുണ്ടായി, ഭൂമിയുണ്ടായി, അതിന് ശേഷമാണ് കാലമെന്ന സങ്കല്പം വരുന്നത്, അല്ലെങ്കിൽ കൺസെപ്റ്റ് വരുന്നത്. കാലം ഒരു കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ട് കാലത്തിനപ്പുറമുള്ള, കാലമെന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതിനപ്പുറമുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മനുഷ്യന് പരിമിതിയുണ്ട്. യേശുവിൻ്റെ ജന്മത്തിന് മുൻപുള്ളത് കാലം എന്നേ നമുക്ക് പറയാൻ കഴിയും. അത് 2000 വർഷം പിറകിലോട്ടുമോ എന്നേ നമുക്ക് പറയാൻ കഴിയും. അല്ലാതെ എന്ന് മുതൽ, എപ്പോൾ മുതൽ എന്ന് ഇതുവരെ മനുഷ്യന് കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം കാലം തുടങ്ങണമെങ്കിലും ഒരിടത്തുനിന്നേ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ തുടങ്ങുമ്പോൾ അതിൻ്റെ മുമ്പിലുള്ളത് എന്ത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. മുമ്പിലുള്ളതെന്നേ പറയാൻ പറ്റൂ. അല്ലാതെ അത് ഇന്ന ദിവസമാണ്, ഇന്ന വർഷമാണ്, ഇന്ന സമയമാണ് എന്ന് കാലം അകത്ത് നിൽക്കുന്നത് കൊണ്ട്, അകത്തിരിക്കുന്ന കാലത്തിന് മുമ്പ് വന്ന മറ്റ് ഘടകങ്ങൾ വന്നതിന് ശേഷമാണ് കാലം വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ പുറത്തിറങ്ങി കാലത്തിന് പോലും ചിന്തിക്കാൻ പറ്റാത്തതുകൊണ്ട് കാലാതീതമെന്നോ കൽപ്പാന്ത കാലമെന്നോ ഒക്കെ നമുക്ക് പറയാനേ നിർവാഹമുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ, ഈ ഭൂമിയിൽ, ഈ സകല ചരാചരങ്ങളും ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നിൻ്റെ തുടർച്ചയായി ഒരു മെറ്റീരിയൽ മറ്റൊരു മെറ്റീരിയലിന് റാ മെറ്റീരിയലായി മാറി ഇങ്ങനെ പോകുന്ന ഈ ചാക്രിക വ്യവസ്ഥയിൽ, ഈ സൈക്കിൾ ഓഫ് ലൈഫിൽ, ലൈഫ് സൈക്കിളല്ല, സൈക്കിൾ ഓഫ് ലൈഫിൽ, ഈ ജീവിത ചക്രത്തിൽ വളരെ കൃത്യമായി നമുക്ക് വഴികാട്ടിയാകുന്ന, നമ്മളിലൊരു ടോർച്ച് തെളിയിക്കുന്ന, നമ്മളിലൊരു പ്രകാശം തെളിയിക്കുന്ന, നമുക്കൊരു സാധ്യത തെളിയിച്ച് തരുന്ന ഒരു ഘടകം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ആവശ്യമുള്ളപ്പോൾ എനിക്ക് ഇന്നിൽ നിന്ന് നാളെയിലേക്ക് പോകാൻ, എൻ്റെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് പോകാൻ, എൻ്റെ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് പോകാൻ, എൻ്റെ കാമത്തിൽ നിന്ന് കാമവികാരങ്ങളിൽ നിന്ന് ഒരുപാട് മാറാൻ, എൻ്റെ രാഗദ്വേഷങ്ങളിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടി ഉയരാൻ ഈ ധോതിപ്പിക്കൽ ആവശ്യമുണ്ടോ? ഇതാണ് ചോദ്യം. വളരെ ലളിതമാണ്. ഈ ധോതിപ്പിക്കലും ഈ ജ്വലിപ്പിക്കലും ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ രൂപം എന്തായിരിക്കണം? ഏത് തരത്തിൽ എനിക്കത് ജ്വലിപ്പിച്ചെടുക്കാൻ പറ്റും? എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഉള്ളിലെ തീപ്പട്ടി, എൻ്റെ ഉള്ളിൽ ഉരയ്ക്കേണ്ട തീപ്പട്ടി ഏതാണ്? ഞാൻ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന തീപ്പട്ടി ഉരച്ചാൽ എൻ്റെ ഉള്ളിലെ ഈ തീ കത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലെ അഗ്നിയെ, എൻ്റെ ഉള്ളിലെ, എൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു സാങ്കല്പികമായി പറയുന്നതാണ്, എല്ലാവരുടെ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ കറക്റ്റായിരിക്കും. നമ്മളുടെ ഉള്ളിലെ ഈ തീയെ, ഈ അഗ്നിയെ ജ്വലിപ്പിക്കുന്നത് ആര്? അതിൻ്റെ വേറെ ഒരു പ്രശ്നമുണ്ട്. സ്ഥൂലമാണ് ഈ ശരീരം. അന്നമയ കോശവും പ്രാണമയ കോശം വരെ എല്ലാം സ്ഥൂലമാണ്, നമുക്കറിയാൻ പറ്റുന്നതാണ്. പക്ഷേ ജ്ഞാനമയ കോശം ബുദ്ധിയുടേതാണ്, സൂക്ഷ്മതലമാണ്. ജ്ഞാനമയ കോശത്തിൽ നിന്ന് വീണ്ടും ആനന്ദമയ കോശത്തിലേക്ക് പോയാൽ അത് വളരെ സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. അപ്പോൾ സ്ഥൂലമല്ലാത്ത ഈ വസ്തുക്കളെ കാണാനും അറിയാനും കുറച്ച് പ്രയാസമാണ്. വേറൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവും, കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പാട്ട് കേട്ടാൽ ആ പാട്ട് നമ്മൾ കേൾക്കുന്നു, എല്ലാവരും കേൾക്കുമ്പോൾ കുറച്ച് പേർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നു, കുറച്ച് പേർ അത് ആസ്വദിക്കുന്നു,
കുറച്ച് പേർ ഉൾക്കൊള്ളുന്നു, കുറച്ച് പേർ ആസ്വദിക്കുന്നു, കുറച്ച് പേരാണെങ്കിൽ അതിൽ അങ്ങ് ലയിക്കുന്നു. ഒരു പാട്ട് കേട്ടാൽ എല്ലാവർക്കും ലയിക്കാൻ കഴിയില്ല, എല്ലാവർക്കും അർത്ഥമറിയാൻ കഴിയില്ല, എല്ലാവർക്കും കേൾക്കാം, അത്രയേ ഉള്ളൂ. പക്ഷേ കേൾക്കലിൽ നിന്ന് അതിലേക്ക് ലയിക്കലിലേക്ക് പോകുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയെന്ന് പറയുന്നത് മനുഷ്യ മനസ്സിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിലേക്ക് നമ്മൾക്ക് എത്താൻ പറ്റുമോ? അപ്പോൾ ഒരു ഗാനം കേട്ടാൽ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടാൽ ഏത് വിസ്തൃതമായാലും അതിൻ്റെ ലയനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അത് നമ്മളിലേക്ക് വരുന്ന, അതിലേക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് അത് എടുക്കുന്ന ഒരു രീതി, ഇത് അതിൻ്റെ സൂക്ഷ്മതലമാണ്. അപ്പോൾ ആ സൂക്ഷ്മതലത്തിലേക്കുള്ള ഒരു ചിന്തയാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ആത്മീയതയുടെ അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ മനുഷ്യനെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഗുരുവിലോ അല്ലെങ്കിൽ ഒരു ദൈവത്തിലോ ഒരാചാരത്തിലോ ഒരനാചാരത്തിലോ ഒരാൾ ദൈവത്തിലോ, ഞാൻ ആൾ ദൈവത്തിനെ കുറച്ച് അങ്ങനെ പറയാം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടൊരു ഫിഗർ പറഞ്ഞു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ടെർമിനോളജി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്തോ ഒരു യോഗയുടെ ആശാൻ്റെ അടുത്തോ അല്ലെങ്കിൽ യോഗ ഗുരുവിൻ്റെ അടുത്തോ യോഗാചാര്യൻ്റെ അടുത്തോ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും കെട്ടരുത്. അതേസമയം യോഗ പഠിക്കാം, ഗുരുവിൻ്റെ അടുത്ത് പോകാം, ആചാര്യൻ്റെ അടുത്ത് തീർച്ചയായും പോകണം, ഋഷിമാരുടെ അടുത്ത് പോകണം, സത്സംഗത്തിൽ പോകണം, ക്ഷേത്രത്തിൽ പോകണം. ഒരു തർക്കവുമില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം. എൻ്റെ ഉള്ളിലെ ഈ വെളിച്ചത്തെ പ്രകാശിപ്പിച്ചെടുക്കാൻ, എൻ്റെ ഉള്ളിലെ ഈ ലൈറ്റിനെ ടോർച്ചിനെ ഉണർത്തി വയ്ക്കാൻ, അതുണ്ട്, ടോർച്ചായിട്ടുണ്ട്, അത് പിന്നെ കത്തിച്ചാൽ മതി. കത്തിച്ചാൽ പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അണയാതെ കൊണ്ടുപോകണം. അപ്പോൾ അത് ബാറ്ററി മാറ്റുന്നതല്ല, അത് ഊർജം കൊടുക്കണം. ഊർജമില്ലെങ്കിൽ അത് അണഞ്ഞു പോകും, തീർച്ചയായിട്ടും അണഞ്ഞു പോകും. ആ പ്രകാശം അണഞ്ഞു പോകും, അല്ലെങ്കിൽ അത് ഡിമ്മാവും. അപ്പോൾ ആ പ്രകാശം ഡിമ്മാവാതെ അണഞ്ഞു പോകാതെ ആ ടോർച്ചിന് കൊടുക്കുന്ന ഊർജം എന്താണ്? അടുത്ത ചോദ്യമുണ്ട്, വളരെ കൃത്യമാണ് ആ ചോദ്യം. അപ്പോൾ അങ്ങനെയുള്ള ഊർജം കൊടുക്കാൻ നിങ്ങളെ ദ്യോതിപ്പിക്കുന്ന, നിങ്ങൾക്കതിനുള്ള ഒരു ദ്യോതനം തരുന്ന, അല്ലെങ്കിൽ നിങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആ വസ്തുക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മനുഷ്യ മനസ്സിലെ ഈ ദ്യോതിപ്പിക്കൽ, ഈ ജ്വലനം എങ്ങനെ പ്രകാശിപ്പിച്ച് നിർത്താം എന്നുള്ളതാണ്. അവിടെയാണ് ഉള്ളതിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത്. അതാണ് സത്യം എന്ന ഒരു സംജ്ഞയ്ക്കകത്ത് കയറിക്കിടക്കുന്നത്. അപ്പോൾ അതാണ് ഈ ദൈവവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ആത്മീയതയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞാൽ സത്ത്, ഉള്ളത്, അല്ല അകത്തുള്ളത്, കാമ്പ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഉള്ളി തൊലിച്ച് പോയാൽ അതിനകത്തുള്ളത് എന്താണ്? പ്രയാസമാണ്. പക്ഷെ ഓരോ അടരെടുത്താലും അതിനകത്തുണ്ട്. സവാളയോ ഉള്ളിയോ വാങ്ങിച്ച് തൊലിച്ച് പോയാൽ അതിനകത്തൊന്നുമില്ല. പക്ഷേ ഓരോ ഉള്ളിയുടെ അടരെടുത്താൽ അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, എന്നാൽ തേങ്ങയാണെങ്കിൽ നമ്മൾ പൊളിച്ച് അകത്തോട്ട് പോയാലാണ് അതിൻ്റെ അകത്ത് കരുക്ക് തേങ്ങ ഇരിക്കുന്നത്. ഓരോ വസ്തുവിലും ഓരോ മൂല്യവും ഇരിക്കുന്നത് ഓരോ തലത്തിലും രൂപത്തിലും ഭാവത്തിലുമാണ്. പലതിനും പല രൂപത്തിലാണ്, പല ഭാവത്തിലാണ്. ചില ഫലങ്ങൾ ഓറഞ്ച് വാങ്ങിച്ചാൽ തോടോടുകൂടി കഴിക്കാൻ കഴിയില്ല, അതിന് വേറൊരു ടേസ്റ്റാണ്, കഴിക്കത്തില്ലാരും. ആപ്പിൾ വാങ്ങിച്ചാൽ ആരും തൊലി ചൊത്തി വലുതായിട്ട് കളയാറുമില്ല. മുന്തിരി വാങ്ങിയിട്ട് ആരും തൊലി ഉരിച്ച് കളയാറില്ല, തൊലിയോടുകൂടി കഴിക്കും. അതേസമയം ഓറഞ്ച് ആണെങ്കിൽ കൃത്യമായി തൊലി ഉരിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്താ ഈ വ്യത്യാസം വരുന്നത്? ഈ വ്യത്യാസം എന്ന് പറയുന്നത് രൂപത്തിൻ്റെ, ഘടനയുടെ, ഭാവത്തിൻ്റെ, സ്വഭാവത്തിൻ്റെ വ്യത്യാസമാണ്. പക്ഷെ അതിനകത്തുള്ള വസ്തുവിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ് നമ്മൾ അതിൻ്റെ എനർജി എന്താണ്? വസ്തുക്കളിൽ വ്യത്യാസമുണ്ട്, ഷേപ്പിൽ വ്യത്യാസമുണ്ട്, രൂപത്തിൽ വ്യത്യാസമുണ്ട്, ഭാവത്തിൽ വ്യത്യാസമുണ്ട്, കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട്, എല്ലാത്തിലും വ്യത്യാസമുണ്ട്. പക്ഷേ വലിപ്പത്തിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അതിൻ്റെ ഊർജം എന്ന് പറയുന്ന ആ ഘടകം എന്താണ്? അതാണ് അതിൻ്റെ സൂക്ഷ്മതലം. അപ്പോൾ സൂക്ഷ്മതലത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ജീവിതത്തിൻ്റെയും സൂക്ഷ്മതലത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതെന്തിനന്വേഷിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിലെ പ്രകാശിപ്പിച്ച് നിർത്താൻ. എന്തിനെ പ്രകാശിപ്പിച്ച് നിർത്തുന്നു? വീണ്ടും നല്ല തമാശയാണ് ചോദ്യം. എന്തിനാണ് ഈ പ്രകാശത്തെ ഉള്ളിൽ കാണുന്നത്? അവിടെയാണ്, അങ്ങനെ പ്രകാശത്തെ കാണുമ്പോഴാണ് സാർവലൗകികമായിട്ടുള്ള സ്നേഹവും പ്രണയവും എല്ലാം വരുന്നത് അവിടെ നിന്നാണ്. അത് പ്രപഞ്ചവുമായിട്ടുള്ള പ്രണയമായാവട്ടെ, പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധപ്പെടലാകട്ടെ, അവിടെ കലഹത്തിന് സാധ്യതയില്ല. 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളമാകുമെന്ന് പറയുമ്പോൾ അവ പെർഫെക്റ്റ് ബ്ലെൻഡിങ്ങിൽ നിന്നാൽ മാത്രമേ ജലം എന്ന രൂപം നമുക്ക് കിട്ടുകയുള്ളൂ. ജലത്തിൻ്റെ ഹൈഡ്രജൻ്റെ സ്വത്തും ഹൈഡ്രജൻ ചിലപ്പോൾ കളയേണ്ടി വരും, ഓക്സിജൻ്റെ സ്വത്തും ഓക്സിജനും കളയേണ്ടി വരും. തേയിലയും പഞ്ചസാരയും
പാലും വെള്ളവും തീയും ചേർത്ത് ചായ ഉണ്ടാക്കുമ്പോൾ അവരോരോരുത്തരുടെ സ്വത്വത്തെയും അവർ ചൂടേറ്റുവാങ്ങി അത് പരസ്പരം ഉരുകി അത് മറ്റൊരു രൂപത്തിലായി. പഞ്ചസാരയാണെങ്കിൽ അത് അലിഞ്ഞ്, തേയിലയാണെങ്കിൽ അതിൽ ചൂട് വന്ന് അതിൻ്റെ നല്ല ചൂടേറ്റെടുത്ത് അതിൻ്റെ സത്ത പുറത്ത് വിട്ട് അങ്ങനെ പല രൂപത്തിൽ അതിൻ്റെ സ്വത്വത്തെ മാറി പുതിയ ചായ എന്നൊരു സ്വത്വത്തിലേക്ക് വരുമ്പോഴാണ് നമുക്കത് രുചിയാകുന്നത്, അനുഭവവേദ്യമാകുന്നത്. മനുഷ്യ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ സ്വത്വങ്ങളെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. ആ സ്വത്വങ്ങളെ ഈ പറയുന്ന സ്വർണം അടിച്ചടിച്ചടിച്ച് അതിലെത്ര അടി കൂടുതൽ ചൂടേറ്റേക്കുമോ അതനുസരിച്ച് അത് ആഭരണമാകുന്നതിൻ്റെ ഇത് കൂടും. എത്രയാണോ ഒരു ചെടി ചൂടും വായുവും കാറ്റുമെല്ലാം ഏൽക്കാൻ തീരുമാനിക്കുന്നത് അതനുസരിച്ചാണ് അത് ആൽമരമാകണമോ ചെറിയ വൃക്ഷമാകണമോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനമാണ് ഈ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഉണ്മയെക്കുറിച്ച്, ഇതിൻ്റെ സത്യത്തെക്കുറിച്ച് ഇത് തേടലാണ് മനുഷ്യ ജന്മത്തിൻ്റെ ജോലി. അല്ലാതെ ഭൗതികമായി നമുക്ക് ജീവിക്കാം, നമുക്ക് ആഹാരം കഴിച്ച് വസ്ത്രം ഒക്കെ ധരിച്ച് നമുക്ക് ചില ആനന്ദ പരിപാടികളൊക്കെ നടത്തി നമുക്ക് ജീവിച്ചു പോവാം, ഒരു തടസ്സമില്ല. പക്ഷേ തിരിച്ച് ചിന്തിച്ചാൽ മാനവരാശിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യ ജന്മത്തിന് മറ്റൊരു തരത്തിലുള്ള ഒരു കടമയുണ്ടെന്നും ഒരു വഴിയുണ്ടെന്നും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് നമ്മളെ സജ്ജമാക്കുന്ന ചിന്താ പദ്ധതിയാണ്, സജ്ജമാക്കുന്ന ചിന്താധാരയാണ് ഈ കാഴ്ചപ്പാടുകളെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ ഇതിൽ രമിച്ചു പോകരുത്. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു പദ്യം വായിച്ചു, ഗദ്യം വായിച്ചു, രാവിലെ എല്ലാ ദിവസവും രാമായണം വായിക്കുന്നു, എല്ലാ ദിവസവും ഞാൻ മഹാഭാരതം വായിക്കുന്നു, എല്ലാ ദിവസവും സത്സംഗത്തിന് പോകുന്നു, അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കൽ സത്സംഗത്തിന് പോകുന്നു, ഞാൻ കഴിയുന്നത്ര ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ഒരു കാര്യമില്ല. ഒരു ക്ഷേത്രത്തിൽ പോയില്ലെങ്കിൽ ഒരു കാര്യമില്ല. എന്നാൽ ക്ഷേത്രത്തിൽ പോയാൽ വേറെ വേറെ ഗുണങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ഭൗതിക ഗുണങ്ങളുണ്ട്, ആത്മീയ ഗുണങ്ങളുണ്ട് ക്ഷേത്രത്തിൽ പോയാൽ. പക്ഷേ പോയില്ലെങ്കിലും ഈ ഗുണം നേടിയില്ലെങ്കിൽ, ഈ ചിന്ത ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ, ഈ പ്രകാശത്തെ ഉള്ളിൽ ചോദിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഈ പ്രകാശത്തെ ഉള്ളിൽ ജനിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഈ പ്രകാശത്തെ ഉള്ളിൽ ജ്വലിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സ്വിച്ച് കണക്ഷൻ ഇല്ല. നമ്മൾ യാന്ത്രികമായി മെഷീനിൽ നിറയ്ക്കുന്ന പോലെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ 2 തരത്തിൽ ആളുകൾ കഴിക്കുന്നത് കണ്ടാറുണ്ട്. വളരെ വേഗത്തിലെടുത്ത് ഭക്ഷണം എടുത്തിട്ട് ബാക്കിയകത്ത് ഒരു രുചിയും, ഒരു ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും അറിയണമെന്നില്ല, അങ്ങ് വിഴുങ്ങും പോലെ കഴിക്കും. എന്തിനാണ് അങ്ങനെ കഴിക്കുന്നത്? അങ്ങനെയും ഭക്ഷണം കഴിക്കാം. ശരീരത്തിൽ ആവശ്യമായ പ്രോട്ടീനും മിനറൽസും മെറ്റൽസും എല്ലാം കിട്ടും അങ്ങനെ കഴിച്ചാൽ. പക്ഷേ രുചി എന്ന് പറയുന്നൊരു സാധനം അറിയാൻ പറ്റില്ല. അതിൻ്റെ സൂക്ഷ്മതലത്തിലുള്ള രുചി അറിയണമെങ്കിൽ വായ്ക്കകത്തെടുത്തിട്ട് ഉമിനീരുമായി ചേർത്ത് അതിനൊരു ചെറിയ ടൈം, ഒരുപാട് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല, ചെറിയ ടൈമെങ്കിലും കൊടുത്താൽ മാത്രമേ ആ ഭക്ഷണത്തിൻ്റെ രുചി നമുക്കറിയാൻ കഴിയും. അല്ലെങ്കിൽ വെറുതെ ഗുളിക കഴിക്കുന്ന പോലെ, ഇപ്പോൾ ഗുളികയുടെ രുചി അറിഞ്ഞാരും കഴിക്കാറില്ല. പ്രത്യേകിച്ച് അലോപ്പതിയുടെ ആയുർവേദം ഗുളികയുടെ ഒരാളും ഗുളിക വായിലിട്ട് ചവച്ചരിച്ച് അതിൻ്റെ രുചി അറിഞ്ഞല്ല കഴിക്കുന്നത്. അങ്ങനെ കഴിക്കാനും പറ്റില്ല. നല്ല കയ്പ്പാണ് മിക്കവാറും എല്ലാം. അലോപ്പതി മരുന്നൊക്കെ അതികഠിനമായ കയ്പ്പാണ്, ആയുർവേദത്തേക്കാൾ കയ്പ്പാണ് അലോപ്പതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഗുളിക രുചിച്ച് കഴിക്കാറില്ല ആരും. ഉള്ളിൽ ചെന്നാൽ മതി, കാരണം അതിനകത്തുള്ള കണ്ടൻറ്റ് കിട്ടിയാൽ മതി. അതേസമയം മറ്റ് വസ്തുക്കൾ രുചിച്ചാണ് കഴിക്കേണ്ടതെന്നുള്ള വസ്തുക്കളുണ്ട്, അതുപോലും വ്യത്യസ്തമാണ്. അപ്പോൾ നമുക്ക് തിരിച്ചാണ് നമ്മുടെ ചിന്തകൾ. അപ്പോൾ നമ്മുടെ ചിന്താ പദ്ധതിയെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ജീവൻ്റെ ചിന്തകളെ ഒക്കെ കൊണ്ടുപോകുന്നതിന്, ഞാനീ പറഞ്ഞ പോലെ ദ്യോതിപ്പിക്കുന്നതിന്, ജ്വലിപ്പിക്കുന്നതിന്, ഈ പ്രപഞ്ചവുമായി ചേർത്ത് നിർത്തുന്നതിന്, പ്രപഞ്ചത്തിൻ്റെ മനസ്സുമായി സംവേദിപ്പിക്കുന്നതിന് ഒരു ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. അതാണ് നമ്മുടെ അതിന് വേണ്ടി അങ്ങനെ ഒരു ചിന്ത, ഒരു ജ്വലിപ്പിക്കൽ, ഉള്ളിലൊരു ജ്വലനത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചിന്ത ആവശ്യമുണ്ട്. അതിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രകാശവും ഒരു ടോർച്ചും നമുക്ക് ആവശ്യമുണ്ട്. പലപ്പോഴും അത് ആളുകൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് ആളുകളുടെ പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുട്ടുകുറ്റിയിൽ മാവ് നിറയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ചാക്കിൽ വസ്തുക്കൾ നിറയ്ക്കുന്ന പോലെ ജനിച്ചു വന്ന ശരീരത്തിന് ആവശ്യമായ വസ്തുക്കളും അങ്ങോട്ട് കൊടുക്കുക. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അമ്പലത്തിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചില ബഹളം ഉണ്ടാക്കി എല്ലാം വിധിയാണെന്ന് പറഞ്ഞ്, എല്ലാം ദുഃഖമാണെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ശരിയോ തെറ്റോ അത് വേറൊരു കാര്യം. പക്ഷേ അതിലുപരിയായി തിരിച്ച് ചിന്തിച്ച് ഈ പറയുന്ന പ്രകാശത്തെ കണ്ടെത്തി, സത്യത്തെ കണ്ടെത്തി, അതിലൂടെ ഒരുപാട് നന്മകളിലേക്ക് പോകാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അതാണ് മാനവ ജന്മം കൊണ്ട്, മനുഷ്യൻ്റെ ജന്മം കൊണ്ട് മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യജന്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൻ്റെ സാഫല്യം എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ മനുഷ്യൻ്റെ മനസ്സിൻ്റെയും സൂക്ഷ്മതലത്തിലേക്ക് പോകുമ്പോൾ
ജീവൻ്റെ പ്രാണൻ്റെയും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രാണൻ്റെയും ഒക്കെ സൂക്ഷ്മതലത്തിലേക്ക് പോലുള്ള ജ്ഞാനവും ആ ജ്ഞാനത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ആനന്ദവും കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് വേണ്ടത്. ആ യാത്രയിൽ ഒരു കണക്ടിവിറ്റി ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെയൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ദൈവമെന്ന് പറയുന്ന ഒരു സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ടൂളാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ലാസ്റ്റ് ഡെസ്റ്റിനിയേ അല്ല. പല ആളുകളും അത് ലാസ്റ്റ് ഡെസ്റ്റിനിയായി കണ്ട് അമ്പലത്തിൽ പോയി കിടന്ന് ജീവിതം അവസാനിപ്പിക്കുന്നു. ലാസ്റ്റ് ഡെസ്റ്റിനി അല്ല. അങ്ങനെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാനും കഴിയില്ല. അങ്ങനെ പോയി കിടന്നാൽ നമ്മളെ, എന്നെയോ നിങ്ങളെയോ ദൈവത്തിന് രക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം തിരിച്ച് നമ്മളിലെ പ്രകാശത്തെ ദ്യോതിപ്പിച്ചാൽ, നമ്മളുടെ സത്യത്തെ ദ്യോതിപ്പിച്ചാൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ ആ ചൈതന്യം കൂടി നമ്മൾ ഉള്ളിൽ വന്ന് നമ്മളുടെ ചൈതന്യത്തെ, ദൈവത്തിൻ്റെ ചൈതന്യത്തെ കൊണ്ടുവന്ന് നമ്മുടെ ചൈതന്യം കൂടി, പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തെ നമ്മുടെ ചൈതന്യമാക്കി ഒന്ന് വളർത്തുവാനുള്ള ഒരു ശ്രമമാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അതിനാണ് ആത്മീയതയുടെയും സ്പിരിച്വൽ. അല്ലാതെ ദൈവം ഉണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി അതെവിടെ, ഏത് രൂപത്തിലിരിക്കുന്നു, ഏത് ഘടനയിലിരിക്കുന്നു, അതിൻ്റെ ഭാവം എന്താണ് എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഈ ദൈവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് മനുഷ്യർ തന്നെയാണ്. അപ്പോഴൊരു ചോദ്യമുണ്ട്, മനുഷ്യനതീതമായി വല്ലതുമില്ലേ? തീർച്ചയായിട്ടും മനുഷ്യനതീതമായത് വല്ലതും ഉണ്ടോ എന്നൊരു ചോദ്യത്തിനപ്പുറം മനുഷ്യനും ഇതിൻ്റെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നതാണ്. മറ്റേ ചോദ്യം തന്നെ തെറ്റാണ്. കാരണം ഈ ചില ചോദ്യങ്ങൾക്ക് ചില കുഴപ്പമുണ്ട്. ചോദ്യങ്ങൾ ചിലത് ചോദിച്ചാൽ അത് കറക്റ്റ് ചോദ്യമല്ല. കറക്റ്റ് ചോദ്യമല്ലെങ്കിൽ കറക്റ്റ് ഉത്തരവും വരികയില്ല. അപ്പോൾ ചോദ്യവും തയ്യാറാക്കൽ എന്ന് പറയുന്നത് ഒരു കലയാണ്. എന്തെങ്കിലും ചോദിക്കുന്നതല്ല ചോദ്യം, അത് ഒരു കലയാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ തോന്നുന്ന എല്ലാം ചോദിക്കുന്നതല്ല കല, ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഒരു തിയറിയും അടിസ്ഥാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പുതിയ ചിന്ത, അത് പുതിയതല്ല, ഇത് തന്നെയാണ് പഴയ എല്ലാ തത്വശാസ്ത്രങ്ങളിലും പറയുന്ന ചിന്ത തന്നെയാണ്. അതിലേക്ക് നമ്മൾ വന്നാൽ വളരെ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ലോകത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അതിലേക്കുള്ള പ്രവർത്തന പദ്ധതികളായിരിക്കണം നമ്മൾ എപ്പോഴും ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പോൾ അങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തെയും മനുഷ്യൻ്റെ മനസ്സിനെയും മനുഷ്യൻ്റെ ചിന്തകളെയും മനുഷ്യൻ്റെ അറിവിനെയും മുന്നോട്ട് കൊണ്ടുപോയി ഒരു സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് മനുഷ്യന് പോകാൻ കഴിയണം. അങ്ങനെ പോകാനായിട്ടുള്ള വഴി ആയിട്ടാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളിതെല്ലാം വച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ദൈവങ്ങളെന്ന് പറയുന്ന സങ്കല്പം തന്നെ സങ്കല്പമാണെല്ലാം. ഇപ്പോൾ യേശു എന്ന് പറയുന്നത് സത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. സത്യം എന്ന് പറയുന്ന ആ സത്യം എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ് പോകുന്നത്. ഉള്ളതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ പറയുന്നത്. മറ്റേതാണ് ഉള്ളത്, ഒറിജിനലാണ്, ഉള്ളത് വേറെയാണ്. അപ്പോൾ ഈ ദൈവത്തിനെയൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ. ഇപ്പോൾ സരസ്വതി ക്ഷേത്രത്തിൽ പോയി സരസ്വതി ദേവി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വിദ്യയാണ് പ്രാർത്ഥിക്കുന്നത്, വിദ്യ നേടാനുള്ള വഴിയാണ് നോക്കുന്നത്. ലക്ഷ്മിയെ പ്രാർത്ഥിക്കുമ്പോൾ സമ്പത്ത് നേടാനുള്ള വഴിയാണ് നോക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനുഷ്യൻ്റെ മുന്നോട്ടുള്ള യാത്രയിലേക്കുള്ള ഭൗതികമായ ആത്മീയമായിട്ടുള്ള ആ ടോർച്ച് തെളിക്കാനുള്ള വഴികളും ഭാവങ്ങളും രീതികളുമായിട്ടാണ് ഇതിനെല്ലാം വിഭാവനം ചെയ്തിരിക്കുന്ന മനുഷ്യർ. അത് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു രീതിശാസ്ത്രമാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളുമ്പോൾ നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. അനുഭവവേദ്യമായി എല്ലാം കിട്ടും. നമുക്ക് വളരെ സുഖമായി നമുക്ക് ചോദിക്കാം. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾക്കൊരു പ്രസക്തിയില്ല. എന്തിനാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല. ഈ അനുഭവവേദ്യത്തിലേക്ക് വന്നാൽ, ഈ അനുഭവ ചിന്തയിലേക്ക് വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ഉത്തരം കിട്ടും. വളരെ കൃത്യമാണ് നമ്മുടെ ഉത്തരം കിട്ടുന്ന ഉത്തരങ്ങൾ. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, ആ ഒരു തലത്തിലേക്ക് മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയണം, ആലോചിക്കാൻ കഴിയണം. അതിനാണ് നമ്മളിപ്പോൾ ഈ സുവാണിയിലൂടെയൊക്കെ ഒരു ശ്രമം നടത്തുന്നത്. സുവാണിയും ഒരു അവസാന ഡെസ്റ്റിനി അല്ല. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കേട്ടു, ഇത് കണ്ടു, ഇത് മനസ്സിലാക്കി, ഇപ്പോൾ കുറച്ച് പേരാണുള്ളത്. ഇനി ആളുകൾ കൂടി ഇതെല്ലാവരും കേട്ടു, സത്സംഗത്തിൽ വന്നു, ഇരുന്നു, പ്രഭാഷണം കേട്ടു, എങ്കിൽ പിന്നെ കൊള്ളാം, വീണ്ടും പോയി നമുക്ക് പഴയതുപോലെ കുറേ ഭക്ഷണം വാരി കഴിച്ച് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എന്നല്ല. അവിടെ നിങ്ങൾ ഈ പ്രകാശത്തിലേക്ക് പോകാൻ, ആ പ്രകാശത്തെ ഉള്ളിൽ കൊണ്ടുവരാൻ, ഈ പ്രകാശത്തിലെ അറിയാൻ ഉള്ള വഴി തേടുമോ എന്നുള്ളതാണ്. അങ്ങനെ തേടുന്നതാണ് മനുഷ്യൻ്റെ ജന്മം. അങ്ങനെ തേടി ഉള്ളിൽ ആ പ്രകാശം കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും വളരെ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അങ്ങനെ അത് അനുഭവിക്കുക എന്നുള്ളതാണ്. ഒരു കാരണവശാലും അതെന്ത് ചെയ്യാനുള്ളതല്ല, നമുക്ക് കാണിച്ചു തരാൻ, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നതല്ല. ചില കാര്യങ്ങൾ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, ചില കാര്യങ്ങൾ ക്വാളിഫൈ ചെയ്യാനും പറ്റില്ല.
അങ്ങനെയാണല്ലോ, പല കാര്യങ്ങളും അങ്ങനെയാണ്. സൈസ് ക്വാളിഫിക്ക ചെയ്ത് പറയുന്നതല്ല, ക്വാണ്ടിഫൈ ചെയ്താണ് സൈസ് പറയുന്നത്. അതേസമയം അതിൻ്റെ ഗുണം പറയുന്നത് ക്വാളിഫൈ ചെയ്താണ് പറയുന്നത്. ഓരോന്നും അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്കെയിൽ എന്ന് പറയുന്നത് എക്സ്പീരിയൻസിനാണ് ഇതിൻ്റെ സ്കെയിൽ, അനുഭവമാണ് ഇതിൻ്റെ സ്കെയിൽ. എങ്ങനെയാണ് ഇത് അനുഭവിക്കുക? അതിന് അനുഭവത്തിൻ്റെ തലമുണ്ട്, അനുഭവത്തിൻ്റെ മാർഗമുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ക്ലാരിറ്റി കിട്ടും. നമുക്ക് ഒരു സംഘർഷവുമില്ല, ഒരു തർക്കവുമില്ല. അതിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനം. അപ്പം ഞാൻ വീണ്ടും അവസാനിപ്പിച്ചുകൊണ്ട് പറയട്ടെ, നമ്മളെ ദ്യോതിപ്പിക്കുന്ന, എന്നെയും നിങ്ങളെ ഉള്ളിൽ ദ്യോതിപ്പിക്കുന്ന, മാറ്റുന്ന, ചിന്തിപ്പിക്കുന്ന, ജ്വലിപ്പിക്കുന്ന കാഴ്ചപ്പാടുകളിലേക്കുള്ള എത്താനുള്ള വഴിയാത്രയിൽ വഴിച്ചോറുമായി, പാതയവുമായി വഴിച്ചോറുമായിട്ടുള്ള ഈ വഴിയാത്രയിലുള്ള സഞ്ചാരികളാണ് നമ്മളൊക്കെ. അൾട്ടിമേറ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒന്നുമല്ല. അത് അള്ളാഹു അല്ല, യേശുവല്ല, ദൈവമല്ല, ഈ പറയുന്ന ഹിന്ദു ദൈവങ്ങളല്ല, ആരുമല്ല ലാസ്റ്റ് ഡെസ്റ്റിനി. ലാസ്റ്റ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഈ സത്യമാണ്, ഈ പ്രകാശമാണ്. അതിനെ എത്ര കണ്ട് വളർത്തിയെടുക്കാൻ പറ്റുമോ അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സത്യവും മനുഷ്യൻ്റെ സത്യവും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യുന്നത്. അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചായ ഉണ്ടാകുന്നത് പോലെ. അങ്ങനെ ചായ അങ്ങനെ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു വസ്തു കയറി കുഴഞ്ഞു നിന്നാൽ ചായ ഒരു ടേസ്റ്റ് പോകും. ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ വഴക്കുണ്ടായാൽ വെള്ളമാവില്ല, വേറൊരു വസ്തു ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആണ്. ആ പെർഫെക്റ്റ് ബ്ലെൻഡിങ് ആണ് ഈ പ്രകൃതി. അതുകൊണ്ടാണല്ലോ അൺകണ്ടീഷണൽ ലവ് എന്നൊരു വാക്ക് പ്രകൃതി വച്ചിരിക്കുന്നത്. അത് നമുക്ക് വേറൊരു വീഡിയോ ചിന്തിക്കണം. എന്താണ് ലവ്, അല്ലെങ്കിൽ പ്രണയം, സ്നേഹം എന്നൊക്കെ ഉള്ളത്? അൺകണ്ടീഷണലാണ് പ്രകൃതിയുടേത്, നമ്മളാണ് കണ്ടീഷൻ വയ്ക്കുന്നത്. അപ്പോൾ അത് മറ്റൊരു വിഷയമായി നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായാലും ഇത് ഓരോ വിഷയങ്ങളിങ്ങനെ പറയുന്നത് നമ്മുടെ ചിന്താ പദ്ധതിയിൽ ഇത് മനസ്സിലാക്കുവാനും അതിനനുസരിച്ചുള്ള പുതിയ പുതിയ രൂപത്തിലേക്ക് പോയി നമുക്ക് അൾട്ടിമേറ്റ്, ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മളുടെ പ്രകാശത്തെ, ഉള്ളിലെ പ്രകാശത്തെ ദ്യോതിപ്പിക്കുക, ജ്വലിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ ദ്യോതനം ചെയ്യുക, അതിനെ വളർത്തുക സ്വയം എന്നുള്ളതാണ് ചോദ്യം, മറ്റൊരാളല്ല. എന്നാൽ മറ്റൊരാളിൻ്റെ സഹായം എടുക്കാം, മറ്റൊരു വസ്തുവിൻ്റെ സഹായം എടുക്കാം, ആളിൻ്റെ സഹായം എടുക്കാം, സ്ഥലങ്ങളുടെ സഹായം എടുക്കാം, സ്ഥാപനങ്ങളുടെ സഹായം എടുക്കാം, എല്ലാ സഹായവും എടുക്കാം. പോകാം, സന്ദർശിക്കാം, പങ്കെടുക്കാം, കേൾക്കാം, പഠിക്കാം, വായിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ എല്ലാത്തിൻ്റെയും അൾട്ടിമേറ്റ് ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൽ സകലതിൽ നിന്നും സ്വാതന്ത്ര്യം നേടി, ഈ പോയ എല്ലാ സ്ഥലത്തു നിന്നും സ്വാതന്ത്ര്യം നേടി നമുക്ക് എന്ത് നേടലാണ്? ഞാൻ ഈ പറഞ്ഞ ഈ പ്രകാശത്തെ എല്ലാ കാലവും ജ്വലിപ്പിച്ചു നിർത്തലാണ്.